വഹിച്ചതിനെ നേരിടണമെന്നാണ് വിനോദ് വിശ്വം പറഞ്ഞത്. CM ഇന്നലെ പറഞ്ഞപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിന്ന് തന്നെ അൻവറിന്റെ ആരോപണങ്ങളെയും ആക്രമണത്തെയും നേരിടുന്നു. ഇടതുപക്ഷ കൺവീനർ എന്ന നിലയ്ക്ക് CPIക്കുള്ള വിയോജിപ്പുകൾ നേരിടാൻ താങ്കൾ എന്താണ് ചെയ്യുക? ഇന്ന് മറ്റൊരു ഘടകകക്ഷി CPI എന്താ വിയോജിപ്പ് പറഞ്ഞു? വിയോജിപ്പ് ADGPയുടെ കാര്യത്തിൽ ADGPന്റെ വിയോജിപ്പല്ല അത്. ADGP മാറ്റി നിർത്തി അന്വേഷിക്കണം എന്നുള്ളതാണല്ലോ CPI പറയുന്നത്. അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ യോഗത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം എന്നുള്ള നിലയ്ക്കും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അഭിപ്രായ വ്യത്യാസമായിട്ട് കാണേണ്ടതില്ല. അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കി നിലപാടുകൾ സ്വീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യം, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണമല്ലോ. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. അത് പരിശോധനയിൽ നിൽക്കുകയാണ്. ആ പരിശോധന പൂർത്തിയാകുമ്പോൾ ഈ കാര്യത്തിൽ ആവശ്യമായ നിലപാട് എടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവസാന തീരുമാനമെടുക്കാൻ കഴിയില്ല. ആരോപണം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണം. ആരോപണം ശരിയാണെങ്കിൽ കർശനമായ കടുത്ത അതിന്റെ മെറിറ്റ് നോക്കിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുവെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം. അല്ല, അതല്ല, അത് ഇതിനായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉപയോഗിക്കുക എന്നുള്ളത് CPIM കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 1957 നിയമസഭയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ച് വന്നവർ മന്ത്രിമാരാവുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരേ രീതിയിൽ പരിഗണിക്കുക എന്നുള്ളതല്ല, വരുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അൻവർ ഇടതുപക്ഷത്തിന് ചേരാത്ത അങ്ങേയറ്റം ഗുരുതരമായ നിലപാടാണ് അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അൻവറിന് CPIMുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അൻവർ അതിന് വിധേയനായിട്ടില്ല. അൻവർ അതിന് തയ്യാറായിട്ടില്ല. ഓരോ സന്ദർഭങ്ങളിലും അയാൾ വ്യതിചലിച്ചുകൊണ്ട്, കൊടുത്ത നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായ നിലപാട് പറയാനാണ് ശ്രമിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും പാർട്ടിക്കും എതിരായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇനി അദ്ദേഹവുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ സ്വീകരിക്കാൻ ഇടവന്നിട്ടുള്ള കാര്യം, അൻവർ സ്വതന്ത്രനാണെങ്കിലും CPIMന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ്. പാർലമെന്ററി പാർട്ടിയിൽ അംഗമായ അൻവർ പാർലമെന്ററി പാർട്ടിയുമായിട്ടോ അതിന്റെ ഭാരവാഹികളുമായിട്ടോ ഒരു ആലോചനയും നടത്താതെയാണ് ഈ നടപടികളെല്ലാം സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ആ നിലയിലാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം കാണുന്നല്ലേ, പിണറായി വിജയനെതിരായിട്ട് എത്ര കാലമായി ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം നിലനിൽക്കുന്ന സമയത്താണല്ലോ 2016 തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം കിട്ടിയില്ലേ. ആ ഗവൺമെന്റിനുള്ള അംഗീകാരം എന്നുള്ള നിലയ്ക്ക് 2021 ഗവൺമെന്റിന് തുടർച്ച കിട്ടിയില്ല. ഈ ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയനെതിരായിട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെയെല്ലാം കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ നല്ല നിലയിൽ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. അത് ആ നിലയിൽ തന്നെ കരുത്തോടുകൂടി മുമ്പോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളിലുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടിയും മുന്നണിയും മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പോരെ പരിപാടിക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയല്ലേ ആദ്യം ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണോ അൻവറിന് പിന്നിൽ എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയും അത്തരത്തിൽ അൻവറിന് എന്തിനാ അങ്ങനെ തോന്നിയത്? അൻവറിനാണല്ലോ, നിങ്ങൾക്ക് ആദ്യം തോന്നിയിരുന്നോ? അൻവറിനാണല്ലോ അത് തോന്നിയത്.
അത് പിന്നെയുള്ള വ്യാഖ്യാനല്ലേ. അൻവറിനെന്തിനാ ഇങ്ങനെ തോന്നിയത്? അൻവർ ഇങ്ങനെ അതിന്റെ കാര്യത്തിൽ എന്താണ്? ഞാൻ അൻവറിനോട് ഞങ്ങളെല്ലാം പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. അൻവറോട് മുഖ്യമന്ത്രിയും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹം ഒരു ഘട്ടത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് നൽകി. ആരോപണം എഴുതി സമർപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുതി സമർപ്പിച്ചു. അദ്ദേഹം എഴുതി സമർപ്പിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉപേക്ഷിക്കുന്നില്ല. ആ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം പരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് തള്ളിക്കളയുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് പാർട്ടിയുടെയും നിലപാട്. അപ്പൊ അതുകൊണ്ട് അൻവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് ആരോപണത്തിന്റെ പ്രശ്നത്തിൽ നടപടികൾ എടുപ്പിക്കുക എന്നുള്ളതല്ല അതിൽ താല്പര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായും കടുത്ത ആക്രമണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക, CPM-നെ ദുർബലപ്പെടുത്തുക, ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിറകിൽ ഏതോ ശക്തികൾ കളിക്കുന്നുണ്ട്. ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.